തീർച്ചയായും വിദ്യ എന്തായാലും നമ്മൾ ഒന്നാം അവിടെ മോഹിനിയാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മൾ പറയുമ്പോൾ അശ്വിനിയാണ്. അശ്വിനി കൊല്ലം ജില്ലക്കാരി കൂടിയാണ്. എന്തായാലും പദ്യത്തില് പദ്യം ആലപിച്ച് വന്ന് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അശ്വിനി മോളെ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ +2. ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കലോത്സവ വേദി എന്ന് പറയുന്നത് ഏറെ നിർണായകം കൂടിയാണ്. ഇനിയിപ്പം അങ്ങോട്ട് ഒരു മത്സരം നമുക്ക് ഉണ്ടാവില്ല. ഹയർ സ്റ്റഡീസിലൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? കഴിഞ്ഞോ? എല്ലാവരും നല്ലോണം പാടി, നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. എങ്ങനെ പാടാൻ കഴിഞ്ഞു? നല്ലോണം പാടാൻ കഴിഞ്ഞു. ഗ്രേഡ് അറിഞ്ഞോ? ഇല്ല, ഗ്രേഡ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് നമ്മോടൊപ്പം. നേരത്തെ പാട്ട് പാടുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, ഞാൻ നേരത്തെ വന്നിട്ടത്തില് കഴിഞ്ഞ വർഷം തിരുവാതിരയ്ക്ക് ഉണ്ടായിരുന്നു. പ്രാവശ്യം ഇനി സംഘഗാനവും തിരുവാതിരയും ഉണ്ട്. ഇനിയുണ്ട്. അത് എന്നൊക്കെയാണ്? ഇന്ന് വൈകിട്ട് സംഘഗാനം, 6-ാം തീയതി തിരുവാതിരയുണ്ട്. ശരി, അപ്പൊ ഇനി പോയിട്ട് വേണം അല്ലെ? കുറച്ചെന്നാ പെർഫോം ചെയ്ത പാട്ടിന്റെ ഒരു 2 വരി. സച്ച് കഹ ദോ യേ ബ്രഹ്മൻ ഗുബുരാ ന മാനെ तेरे सनम कदों के तेरे सनम कदों बुत हो गए पूरे तेरे सनम के बुत हो गए पूरे. എന്താണ് ഈ ഉറുദു പാട്ടിന്റെ കാരണം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വെറൈറ്റി. അതെ. അപ്പൊ എന്തായാലും ഇനി വേറെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. തിരുവാതിരക്കളി അല്ലെ? സംഘഗാനം ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി പ്രിപ്പയർഡ് ആവാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും പെർഫോമൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത പെർഫോമൻസുകളൊക്കെ തന്നെ സാധിക്കട്ടെ എന്ന് കേരളാവിഷന്റെ പ്രേക്ഷകരും ഒക്കെ ആശംസിക്കുകയാണ്. വിദ്യ, ഇങ്ങനെയൊക്കെയാണ് കലോത്സവ വേദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആരും തന്നെ പിറകോട്ടല്ല. എല്ലാവരും ആര് കപ്പടിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. വിദ്യ, തീർച്ചയായും നമുക്കറിയുമ്പോൾ തന്നെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. അപ്പൊ ആ കൊല്ലത്ത് കാലുകുത്താൻ സാധിച്ചു തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. വിദ്യ സൂചിപ്പിച്ചതുപോലെ മാത്രമല്ല, വേദി എന്ന് പറയുമ്പോൾ അത് ഒരു ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഒരുപക്ഷെ ഇനി ഭാവിയിലെ സിനിമാ താരങ്ങളും അതുപോലെ സംഗീത സംവിധായകരും ഒക്കെ അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ എന്താ പറയാ, വിദ്യ ഭാഗ്യം ലഭിച്ച കുട്ടികൾ തന്നെയാണ് വിദ്യ.